ഹലോ, ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഒരു സ്പെഷ്യൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോണത്. ഒരുപാട് വീഡിയോ പെൻഡിങ് ഉണ്ട്, അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചെറുതായിട്ടൊരു ബിസി ആയിപ്പോയി. എന്തായാലും ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് ഡാൻസ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ഇന്ന് സാധിക്കുകയാണ്. ഞങ്ങളെ വിനീത് സാറാണ് അതിനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കൊണ്ടുതന്നത്. അപ്പം ഞാൻ അതിന് വേഷം കെട്ടിയിട്ട് പോവാണ്. നേരെ അബീൻ്റെ വീട്ടിലേക്കാണ് പോണത്. അബിയും ഞാനും ചേച്ചിയും കൂടിയാണ് ഇന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പോണത് കണ്ണൂർക്ക്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട്, അതായത് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് മേക്കപ്പൊക്കെ വേണമല്ലോ. ഉള്ളിൽ ഞങ്ങൾക്ക് ഇടാനുള്ള ബ്ലൗസ് ഇട്ടുണ്ട്, ഒരു ഷർട്ടും മീഡിയം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അഴിക്കാനും ഇടാനൊക്കെ ഉള്ള സ്പീഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. രാവിലെ 6:30 മണിയായിട്ടുണ്ട്. ഒരു 7-7:30 ഞങ്ങൾക്ക് ഇറങ്ങണം. അപ്പം ഞാൻ രാജുവേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകണം മീൻസ് എന്നെയും ചേച്ചിനെയും അബീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രാജുവേട്ടനാണ്. ഞാൻ 7:30 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് സുന്ദരിയായി കുളിച്ച് ഞാൻ ഇറങ്ങി. രാജുവേട്ടൻ്റെ കൂടെ കാറിൽ കയറി ഞാനിങ്ങനെ യാത്രയാണ്. പോണ വഴിക്ക് മാങ്കാവ് KR ബേക്കറിൻ്റെ അടുത്ത് ചേച്ചി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനെ കുറിച്ചിട്ട്. നമ്മളിങ്ങനെ ഈ കലാപരമായിട്ടുള്ള കുട്ടികൾ, അവിടെ കഴിവുള്ള കുട്ടികൾ, എല്ലാം കൊണ്ടും ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ഒന്നുകൂടിയും ഈ കലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു അമ്പലമാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ അതേപോലെ തന്നെ കഥകളിയുടെ പെൺവേഷം, രൂപം കൊണ്ടതും നമ്മളെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ ദേവി ആ രൂപത്തിൽ വന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. അങ്ങനെയാണ് കഥകളിയുടെ പെൺരൂപം നമുക്ക് എന്താ പറയുക ഉണ്ടായത്. അവിടുത്തെ ഒരു തമ്പുരാൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാനൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായ ശരിയാവുക. അപ്പോൾ അത് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ആ തമ്പുരാന് പിന്നെ ദേവി ഈ പെൺരൂപം കാണിച്ചു കൊടുത്തു എന്നാണ്. അതായത് കഥകളിയുടെ പെൺരൂപം ആ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് കഥകളിക്ക് പെൺരൂപം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ എന്തായാലും ദേവീൻ്റെ ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ഒരുപാട് തവണ 3 പ്രാവശ്യം കള്ളന്മാർ ആ വിഗ്രഹം കൊണ്ടുപോയിട്ട് ദിക്കറിയാതെ ആവയും എന്താ എൻ്റെ ദൈവമേ, നാവിൽ വികട സരസ്വതി വന്ന് കളിക്കുന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ആളെ ഒരു വോയിസൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഭയങ്കര ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. കലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള അമ്പലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി എന്തായാലും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറന്ന് വന്നതാണ് കൂട്ടരെ. അങ്ങനെ ഞങ്ങൾ അബീൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ ശ്രീകുട്ടി ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങി ക്യാമ്പിന് പോവുകയാണ്. അവൾ 10th ആണ് ഇപ്രാവശ്യം. അപ്പോൾ അവർക്ക് 9th ടൂറില്ല. അപ്പോൾ അവൾക്ക് 10th അവർക്കൊരു ക്യാമ്പാണ് 4 ദിവസത്തെ. ഗൂഡല്ലൂരോ അവിടെ എവിടെയാണ് പോണത്. അപ്പോൾ അതിന് നല്ല ഭംഗിയിൽ ഒരുങ്ങി നോക്കും. വലിയ പെൺകുട്ടിയായി. ഇവരെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം പ്രായമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിവ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ വിചാരമായിട്ട് നടക്കാറാണ്, ചെറിയ കുട്ടികളാണെന്നുള്ള ഒരു ഭാവമാണ്. അങ്ങനെ നിന്നോട്ടെ ആ ഭാവം അല്ലേ. അപ്പോൾ അബിയൊക്കെ വേഷം കെട്ടി വന്നിട്ടുണ്ട്. അബിയാണ് ഞങ്ങളെ ഡ്രൈവർ കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോങ് പോകുന്നത്. സുമേഷേട്ട അങ്ങനെ വിടാറില്ല. ഇവൾക്ക് എന്താ വെച്ചാൽ പുതിയൊരു ബിസിനസ് ഉണ്ട് അബിക്ക്. എന്താ വെച്ചാൽ അവൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഹോസ്റ്റലിനൊക്കെ കോൺട്രാക്റ്റ് എടുത്തിട്ട് 10-60 ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് 2 പേർക്കും കൂടെ സുമേഷേട്ടനെ ഞങ്ങളെ കൊണ്ടുപോക്കാൻ പറ്റില്ല. രാജുവേട്ടനൊക്കെ ബിസിയാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ ഒരുമിച്ചിട്ട് പോവാം. ആദ്യമായിട്ട് അബി ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് ഞങ്ങളെയും കൊണ്ടിട്ട്. എന്തായാലും ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. ഞാനതാ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാറ് വരും. സിനി ഉണ്ട്, സിത്തുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ സിനി. അബീൻ്റെ മോളും പിന്നെ സിനീൻ്റെ മോളും ഒരേ 10th തന്നെയാണ്, ഒരേ സ്കൂളാണ്. അപ്പം അവൾ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ നല്ല അറിയുന്ന ആൾക്കാരാട്ടോ അവരൊക്കെ. നല്ല അടിപൊളി വൈബുള്ള ടീമാണ്. സിത്തുവിന് അങ്ങനെ ഒരു നല്ല വൈബുള്ള ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അപ്പോൾ അതാ സിനി കാറായിട്ട് വന്നു. ഇതാണ് സിനീൻ്റെ മോളാണത്. അപ്പോൾ അവളാണ് ഇവിടെ സ്കൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ സിത്തുവിനെ ശ്രീക്കു പോവുകയാണ്. ഒരു രസം, കുട്ടികൾക്ക് എന്ത് രസമാണ്. ഞാനൊന്നും ടൂറ് പോയിട്ടേ ഇല്ല കേട്ടോ. 10th ക്ലാസ്സിൽ ഒരു ടൂറും ഞാൻ പോയിട്ടില്ല. എനിക്ക് ആഫ്റ്റർ മാരേജാണ് ഒക്കെ ടൂറും ഡാൻസും എല്ലാം. വേഷം കെട്ടാനൊക്കെ ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞല്ലോ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് അതിൻ്റേതായ സ്ട്രിക്റ്റും കാര്യങ്ങളുണ്ട്. അവരെ കുറ്റം പറഞ്ഞുകൂടാ, അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവളിതാ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്രയാക്കി കുട്ടികളെ. രസം 4 ദിവസം അടിപൊളി. വേറെ എന്താണ് ഗൂഡല്ലൂർ പറഞ്ഞ സ്ഥലത്താണ് അവർ പോണത്. അങ്ങനെ ശ്രീകുട്ടി ടാറ്റയൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ വേഷം കെട്ടിയിട്ട് പോകണമല്ലോ. അങ്ങനെ ഞാനും അബിയും ചേച്ചിയും കൂടെ കാറിൽ ഞങ്ങളിങ്ങനെ പോവുകയാണ്. എല്ലാവർക്കും നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഥയും പറഞ്ഞ് റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ട് പോയതാണെങ്കിലും എന്താവും എന്നറിയില്ലല്ലോ, ആദ്യമായിട്ട് പോവല്ലേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു. ഞങ്ങൾ മെയിൻ റോഡ്, അതായത് മെയിൻ റോഡിൽ കൂടി ഒന്നുമല്ല പോയത്. എനിക്ക് റൂട്ടൊന്നും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നല്ല സുന്ദരിയായൊരു സ്ഥലത്ത് കൂടിയാണ്, ഉള്ളിൽ കൂടെയുള്ള ഒരു റോഡ്.
ഇങ്ങനെ ഞാൻ പറഞ്ഞു തരിക, ദൈവമേ അഭി അറിഞ്ഞ് എന്നെ ചീത്ത പറയും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. അതായത് എനിക്ക് റൂട്ട് അറിയില്ല, ഞാൻ എന്ത് ചെയ്യും. രാജോട്ടും പറഞ്ഞു ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ നിങ്ങൾ പോകണ്ട, ട്രാഫിക് ബ്ലോക്ക്, പിന്നെ എന്തൊക്കെയോ വലിയ വാഹനങ്ങൾ, അത് ഇതൊക്കെയായിട്ട് ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടാവും. അപ്പം ഞങ്ങൾ കക്കോടിക്കൂടെ ഇറങ്ങി അങ്ങനെ എങ്ങനെയൊക്കെയോ പോയിട്ട് ഒരു ഉള്ളിക്കൂടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഒരു ഫീല്, നല്ല രസമല്ല. പറങ്കിമാവിൻ്റെ തോട്ടം, കാടുകൾ, അങ്ങനെ വിജനമായ ഒരു ഏരിയയിൽ കൂടിയാണ് ഞങ്ങളെ യാത്ര ഉണ്ടായത്. അത് മാത്രമല്ല, എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാനൊരു അബീനെ കുറേ കളിയാക്കി, അബി ആദ്യമായിട്ട് ലോങ് പോവല്ലേ, അപ്പോൾ ദയവായിട്ട് ആൾക്കാരെ ഇറക്കാതൊക്കെയാണോ അറിയില്ല റൂട്ടിൽ. മനുഷ്യൻ്റെ കുട്ടികളെയും കണ്ടില്ല, ഒരു ബസ്സോ ഒന്നുമില്ലാത്ത നാട്ടിൽ കൂടി ഞങ്ങൾ പോയത്. ഏതാ നാടെന്നൊന്നും അറിയില്ല. ഗൂഗിളത്തെ ചേച്ചി പറഞ്ഞ പ്രകാരം ഞങ്ങൾ പോയി. എന്തായാലും വലിയ റോഡൊന്നും ടച്ച് ചെയ്യാതെ സുന്ദരിയായ റോഡ്, അതായത് ഒരു റോഡൊക്കെ നല്ല പെർഫെക്റ്റ് റോഡുമായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സുന്ദരിയായ ഞങ്ങളെ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോഡിൽ മുഴുവൻ. പിന്നെ അവിടെ അറിയാമല്ലോ, എന്തായാലും പോണ വഴിക്ക് ഒരു റീലൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് കഥയൊക്കെ പറഞ്ഞ് ജോളിയായിട്ടാണ് പോയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 3 പിശാചുക്കൾക്കും നഷ്ടമായി. സൗമ്യ, സിത്തു, സോഷ്മി അവരും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരമൊക്കെ എത്തുക. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ മാഷ് പറഞ്ഞിട്ടുണ്ട് 10 മണിക്ക് മേക്കപ്പിന് വരണമെന്ന്. ഞങ്ങൾക്കറിയാം ഞങ്ങളൊരവസ്ഥ എന്തായിരിക്കുന്നു യാത്ര പോകുമ്പോൾ. അപ്പം ഞങ്ങൾ ആദ്യം പെർമിഷൻ എടുത്തു. പിന്നെ അബീൻ്റെ കിച്ചൺ ഒരു ഇതാണ്, കാരണം അവൾക്ക് അത് ഫുഡ് കൊടുത്തയക്കാതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവൾ കൊടുത്തയച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതായത് ഞങ്ങൾ 7:30ക്കാണ് ഇറങ്ങിയത്. അപ്പം എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. 11:30 ആവും മാഷേ, ഞങ്ങൾക്ക് അതിനുള്ള ഒരു പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇതൊക്കെ കണ്ട മാഷ് കൊല്ലും, ഇതിനാണോ നിങ്ങൾക്ക് 11:30 ചോദിക്കും. എന്തായാലും ഞങ്ങൾ പോണ വഴിക്കൊക്കെ വളരെ രസമായിരുന്നു കേട്ടോ. കുറേ കഥ പറഞ്ഞു, കുറേ എന്താ പറയുക ഡാൻസിൻ്റെ കഥകൾ പറഞ്ഞു, കുറേ ഞങ്ങളെ ഈ 3 പിശാചുക്കളെ കുറ്റം പറഞ്ഞു. ഒരു മൂക്കൊക്കെ കടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, എന്നാലും വേണ്ടില്ല, രസമായിരുന്നു. ഭയങ്കര രസമുള്ള യാത്ര. പിന്നെ ഇതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു, മൃദംഗ ശൈലീശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് 3 പേർക്കായിരിക്കും ഭാഗ്യം ഉണ്ടായത്. ഞങ്ങളെ ബാച്ചിൽ, ഭരതനാട്യം ബാച്ചിൽ ഞാൻ, ജി ചേച്ചി, അബി, പിന്നെ ഞങ്ങളെ കൂടെ അമ്പിളി, ഞങ്ങൾ 4 പേരെ കളിക്കുന്നുള്ളൂ. ബാക്കി കുറേ പേരുണ്ട്, അവർക്കൊന്നും കളിക്കാൻ വന്നിട്ടില്ല. അവർക്കൊക്കെ ഓരോ തിരക്ക് കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാഷ് ഞങ്ങളെ ഒരു 3-4 ദിവസം കൊണ്ടാണ് ഈ ഡാൻസ് പഠിപ്പിച്ചത്. ആരൊക്കെയോ പറഞ്ഞു ഈ ഡാൻസ് അപ്ലോഡ് ചെയ്യണം, കാരണം അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല. 3 ദിവസം കൊണ്ട് പഠിച്ചതാണ്, 3-4 ദിവസം കൊണ്ട് പഠിച്ചതാണ്. അപ്പോൾ അത്ര വലിയ പ്രാക്ടീസൊന്നുമില്ല. മാഷ കുട്ടികളൊക്കെ അടിപൊളിയിൽ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാഷ കുട്ടികളാണേ, പക്ഷേ കുഞ്ഞു മക്കളില്ലേ, ഒന്നും പറയാനില്ലേ. ചിമ്മുക്കല്ലേ, ചിമ്മുവിൻ്റെയൊക്കെ ബാച്ച് സൂപ്പറായിരുന്നു. സാറിന് അഭിമാനം. ഞങ്ങൾക്ക് തന്നെ ഇവരെ ഡാൻസ് കാണുമ്പോൾ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പറയുമ്പോൾ അഭിമാനമാണ് കേട്ടോ. അത്ര നന്നായി ചെയ്യുന്ന മക്കളാണ്. അതിനിടയിൽ ഞങ്ങൾ കണ്ണുപറ്റാതിരിക്കാൻ ഞങ്ങളും കൂടെ കളിച്ചു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ, ഒരു ശ്ലോകമാണെങ്കിലും ഒരു കീർത്തനാണെങ്കിലും ദേവീൻ്റെ ഒരു സ്തുതി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാഷ് ഞങ്ങൾക്ക് നല്ലൊരു ശിവൻ്റെ ഒരു ഇതാണ് പഠിപ്പിച്ചത്. ഒരു പക്ക ഭരതനാട്യം തന്നെയാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. ഭയങ്കര സന്തോഷമായി. ദിവസത്തിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ കുറവ് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങൾ പോകുന്ന റൂട്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടി ഞങ്ങൾ പോയത്. വളരെ അപൂർവമായിട്ടുള്ള വാഹനങ്ങൾ മാത്രം, ഒരു ഗ്രാമം, ഭയങ്കര രസമുണ്ടായിരുന്നു. ആരുമില്ല, ഞങ്ങൾ കൂളായിട്ട് ഇങ്ങനെ പോയി, ഒരു തിരക്കോ ഒരു ബ്ലോക്കോ ഒന്നുമില്ല. അതെന്തൊരു രസമുള്ള യാത്രയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിങ്ങനെ ചിരിച്ചും കളിച്ചും സന്തോഷമായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിലും കുറച്ചൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്രയായി. പോണ വഴിക്ക് ഞങ്ങൾ എവിടെ ഇറങ്ങിയെന്ന് പറയും, ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചായക്കടയിൽ ഇറങ്ങിയിട്ടോ. അതാണ് ആ ചായ, ഒരു ഹോട്ടലിനൊക്കെ എഴുതി കണ്ടില്ലേ, ചെറിയൊരു, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഞാൻ കൂളിംഗ് ഗ്ലാസ് അയച്ചിട്ടേ ഇല്ലേ, പിന്നെ കണ്ണ് കാണാതെ എപ്പോഴാണ് മനസ്സിലായത്. അവിടെ നിന്നൊന്നും വായിക്കാൻ പറ്റുന്നില്ലേക്ക്. ഈ നാടൻ ഭക്ഷണശാലയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് നോക്കി നോക്കുക, അവിടെ രസമുള്ളൊരു സുന്ദരി സ്ഥലം. നല്ല ഞാൻ പുട്ടും കടലയും നോൺ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊതുവേ നോൺ കഴിക്കാറില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ അന്ന് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാറുള്ളതുകൊണ്ട് ഞങ്ങൾ പൊതുവേ ഡാൻസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നോണൊക്കെ ഒഴിവാക്കും. രാവിലെ കുളിച്ച് നോൺ ഒഴിവാക്കാറുണ്ട്. ഇത് നോക്ക്, ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെ വിവാഹത്തിനൊരു പരസ്യം കൊടുക്കണമൊക്കെ. അതിന് മുകളിൽ മുഴുവൻ ഇങ്ങനെ ഓരോ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ട് രസം തോന്നിക്ക്. ഉള്ളോട്ടൊക്കെ അങ്ങനെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന ആളെ വിവാഹമാണ്, ആ മക്കളെ വിവാഹമാണ് പറഞ്ഞിട്ട് അതിൻ്റെ ഡേറ്റൊക്കെ അവിടെ ഇങ്ങനെ ഒരു നോട്ടീസ് പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടും കടലയും കഴിച്ചു. ജി ചേച്ചി പൊറോട്ടയും കടലയും, അബി പൊറോട്ടയും കടലയും, നല്ല 3 നാടൻ കോഫി എന്ന് പറയാൻ പാടില്ല, കാപ്പിയാണ്. അതും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി വീണ്ടും. പക്ഷെ അവർക്കൊക്കെ ഒരു രസം തോന്നിയിട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു, അങ്ങനെ ഇങ്ങനെ പെണ്ണുങ്ങൾ വന്നതോ എന്തോ, കൂളിംഗ് ഗ്ലാസ് അയക്കാതെ വന്നതോ എന്തൊക്കെയോ ഉണ്ട്, അറിയില്ല. അവർ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത് എന്താണിത്, എവിടെ നിന്നാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഒരാൾ പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് രസം തോന്നിയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാജുവേട്ടൻ്റെ കൂടെ, ഞങ്ങൾ 3 ആളും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ, മീൻസ്
ആദ്യമായിട്ട് മീൻസ് പൊങ്കാല ഇടുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ചാൻസ് കിട്ടിയത്. അല്ലാതെ ഞാൻ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് പോണത്. അങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? ആ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, സാരല്ലേ, പോട്ടെ, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ യാത്ര. കണ്ടോ, ഒരു സുന്ദരമായ ഒരു വിജനമായ വിജനതയിൽ ആ പാട്ടൊക്കെ പാടിപ്പോകാൻ പറ്റിയ ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് ഞങ്ങൾ പോയത്. എനിക്ക് ഒരുപാട് പന്തിരങ്കാവൊക്കെ മിസ് ചെയ്തു. രാജുവേട്ടൻ്റെ നാട്, അമ്മേൻ്റെ വീട് പാങ്ങ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, മലപ്പുറത്ത് പാങ്ങ് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പാങ്ങ് അത് ഇതിലപ്പുറം ഒരു ഗ്രാമമാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോൾ അവിടെ അമ്മമ്മയൊക്കെ മരിച്ചുപോയി. അതായത് എൻ്റെ മോൻ മൂത്ത ആളുണ്ടായ സമയത്താണ് അമ്മമ്മ മരിച്ചത്. അമ്മമ്മ ഉള്ള സമയത്ത് ഇവരൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോകുമ്പോൾ ഞാൻ അവിടുത്തെ ആ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുത്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയായിരുന്നു അവിടുത്തെ ആ ഒരു ഗ്രാമം. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു മിഠായി ഷോപ്പിൽ ഒരു കുഞ്ഞി കടയിൽ ഇറങ്ങിയിട്ട് അബിക്ക് ബബിൾക്കം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി. അപ്പോൾ എനിക്ക് കാറിനുള്ളിൽ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ മിഠായികളാണെന്നൊക്കെ വിചാരിച്ച് ചാടി ഇറങ്ങി നോക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണാനായിട്ടാണ്. ഒക്കെ മോഡേൺ മിഠായികളാണ്. ദൂരേന്ന് കാണുമ്പോൾ ഒരു രസം ആ ഷോപ്പിനുള്ളിലേക്ക് നോക്കിയപ്പോൾ. അപ്പോൾ ചേച്ചി ബബിൾക്കൊക്കെ വാങ്ങി. വീണ്ടും ഞങ്ങൾ യാത്രയായി. കണ്ടോ, ഒരു വയനാട് ഏരിയ പോലെ എനിക്ക് തോന്നുന്നു. കൊട്ടിയൂർ ഭാഗം, ആ ഭാഗത്തിൻ്റെ അവിടെയൊക്കെ പോയപ്പോൾ ഒരുപാട് കാടും മലകളൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് കൂടിയൊക്കെ ഞങ്ങൾ പോയത്. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും ആ ഭാഗത്തുള്ളവർക്കൊക്കെ. എൻ്റെ വിവരക്കേടുകൊണ്ട് എനിക്ക് പറയാറായിട്ടാണ്. എന്താ സ്ഥലം പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് ഞങ്ങൾ പോയത്. ഭയങ്കര രസമുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ, ഞങ്ങളിപ്പം 6 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസും റീൽസൊക്കെ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങൾ 3 പേരും തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ഭയങ്കര വിജനത. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും, പിന്നെ ഒന്നാമത് മാഷ് ലേറ്റ് ആവരുതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ അത്രയ്ക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഗംഭീര അടിപൊളി സ്ഥലമായിരുന്നു. കണ്ടോ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞ വഴിയൊന്നുമല്ല, ഞങ്ങൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞിട്ടുള്ള വഴി കൂടിയാണ് പോയത്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. ഒരു സംശയം ഉണ്ടായിരുന്നത് എവിടെ എത്തും എന്നുള്ളത്. ഞങ്ങൾ കുറേ കളിയാക്കി ചിരിച്ചു. അബീനോട് ഏത് ഭാഗം ഇട്ടതെന്ന് അറിയില്ലല്ലോ, എന്താ പേര് അടിച്ചതെന്ന് അറിയില്ലല്ലോ, എവിടെ എത്തും എന്നുള്ളത്. ഭയങ്കര രസമല്ല, ഒരു ആൾക്കാരില്ല, അതാ രസം. ഒരു മനുഷ്യൻ്റെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊരു സുന്ദരിപ്പള്ളി കണ്ടു. എന്തൊരു രസമാണ്. എനിക്കറിയില്ല, ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള നേരം ഉണ്ടായിരുന്നില്ല. എവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി വാളും. വെറുതെയെങ്കിലും മാഷ് ചീത്ത പറയും. എല്ലാവരും ഒരുങ്ങിയിട്ട് അവസാനം ഞങ്ങൾ എപ്പോഴും ഒരു ചീത്ത കേൾക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ. കുട്ടികളെക്കാട്ടും കഷ്ടം എന്നാണ് ഞങ്ങൾ മാഷ് പറയാറ്. അധികം ലാസ്റ്റ് ഒരുങ്ങും, നേരം വൈകി വരും, ഒക്കെ ഒരു കണക്കാണ്. അങ്ങനെ ഞാൻ ക്ഷീണിതയായിട്ടാണ് പിന്നെ വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് എനിക്കില്ല, ഇങ്ങനെ കുറേ നേരം മൊബൈലിലേക്ക് നോക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരു തകരാറ് വന്നിട്ട് ഞാനിങ്ങനെ മന്ദാകിനിയായി കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അബിക്ക് വിശക്കുക. ഇപ്പോൾ ബേക്കറിയിൽ പോയിട്ട് ചേച്ചി എന്തോ ഒരു അച്ചപ്പൊക്കെ വാങ്ങി. ഇവർക്കൊക്കെ പോണ വഴിക്ക് ഇങ്ങനെ ഒരു വിശപ്പിൻ്റെ ആൾക്കാരാണ്, വിശപ്പിൻ്റെ സൂക്കട്. ഞാൻ മാത്രമാണ് അങ്ങനെ. എനിക്കിങ്ങനെ ബേക്കറി എന്താ വെച്ചാൽ ഒന്നാമത് ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. മൊബൈലൊക്കെ നോക്കി കളിച്ചാട്ടോ. ഇടയ്ക്ക് ഞാൻ കഴിക്കും, ഇടയ്ക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പോണ വഴിക്കൊക്കെ കുഞ്ഞ് ബേക്കറികളാണ്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് എന്തോ അച്ചപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെയും ഞങ്ങൾ ഓരോരുത്തരെയും കഥയും പറഞ്ഞ് അങ്ങനെ യാത്രയായി. ഭയങ്കര രസമുള്ള യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് വൻ മിസ്സിങ്. അങ്ങനെ ഞങ്ങൾ മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കണ്ടു. ഭയങ്കര സന്തോഷമായി, സക്സസ്സായി. ഒരുപാട് ആദ്യമായിട്ടാണ് അബി ദൂരേക്കൊരു ഡ്രൈവ് പോകണേ കേട്ടോ. അതൊരു വല്ലാത്തൊരു രസമല്ലേ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആകുമ്പോൾ ഒന്നും കൂടി രസമല്ലേ. മറ്റവരെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഭയങ്കര രസമായിരിക്കും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എങ്ങനെയെങ്കിലും 6 ആൾ കുത്തി നിറച്ച് പോകും. അങ്ങനെ തന്നെ ഞങ്ങൾ പോവുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, അമ്പലത്തിൻ്റെ ആ പരിസരത്ത് എത്തി. അതാ കണ്ടോ, ബോർഡ് കണ്ടോ, ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഭയങ്കര സുന്ദരി അമ്പലം, പഴയ അമ്പലം. അതാണ് ഈ പെയിൻ്റ് അടിച്ച അമ്പലം എനിക്ക് പൊതുവേ ഭക്തി വരില്ല. ഈ പഴയ കരിങ്കല്ല് ചെങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു പഴമ നിറഞ്ഞ അമ്പലത്തിലേക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവും വല്ലാത്തൊരു ഭക്തിയും വരുമല്ലോ. പെയിൻ്റ് അടിച്ചൊരു എന്താ പറയുക, അങ്ങനെ ഒരു പുതിയ അമ്പലങ്ങളിലേക്ക് അങ്ങനെ ഒരു ഭക്തി പൊതുവേ അങ്ങനെ വരാറില്ല. അവിടെ അങ്ങനത്തെ ഷോപ്പുകളോ ഒന്നുമില്ല കേട്ടോ. ഒരു ചെറിയ എന്താ പറയുക വിജനത, അങ്ങനത്തെ ഒരു ടൗണൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പോണ വഴിക്കൊന്നും. ഇതാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പം നമ്മളെ ഡാൻസിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വേഗം കാറ് പാർക്ക് ചെയ്തിട്ട് ഞാനും ചേച്ചിയും പിന്നെ അബിയും കൂടെ തൊഴാൻ പോവുക. അമ്പലമാണ് അത് കാണുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കെൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അസലായിട്ട് ദേവീനെ തൊഴാനും പറ്റി. ഞങ്ങൾ എത്തുമ്പോൾ 11:30-11:45 അതിൻ്റെ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. 1 മണി വരെ എന്തോ ഉണ്ട് ഇത്ര അവിടെ. അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റേജ്. അവിടുത്തെ ഇതുണ്ടോ, ഇതാണ് ഈ സ്റ്റേജിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യേണ്ടത്. ഈ സ്റ്റേജിൻ്റെ അപ്പുറത്താണ്, ആ റൈറ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞ കുളം ഉള്ളത്. ആ കുളത്തിലാണ് ദേവി രൂപം കൊണ്ടത്, കഥകളിയുടെ പെൺവേഷം രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കണ്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഞാൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം.
എന്നിട്ട് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്, നാഗത്തിൻ്റെ ഒരു ഇതുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയി, നല്ല രസമുണ്ട് അവിടെയൊക്കെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികൾ. ഞാനത് ചെയ്തില്ല, എന്താണെന്നറിയില്ല, മറന്നുപോയി കൂട്ടരെ, മറന്നുപോയി. പിന്നെ അവിടെ ഒരു സരസ്വതി മണ്ഡപമുണ്ട്, അവിടെ ഞങ്ങളിങ്ങനെ തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ നേരെ മനോജേട്ടനെ കണ്ടിട്ട് മനോജേട്ടൻ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ നോക്കുമ്പോൾ മനോജേട്ടൻ, വല്യമ്മ, എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ജസ്റ്റ് ചേച്ചി എൻ്റെ അമ്മയാട്ടോ അത്, അമ്മ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ലക്ഷ്മി ആവുന്ന വിളിച്ചു, കുട്ടിക്ക് ഉറക്കം, അവൾ ഉറങ്ങിപ്പോയി, അവൾ വന്നില്ല എൻ്റെ കൂടെ. എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരാളാവുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും മേക്കപ്പിന് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വല്ലാത്ത രസമല്ലേ, ഈ ഡാൻസിന് പോകുന്ന ആൾക്കാർ, ഡാൻസിൻ്റെ കുട്ടികളെ അമ്മമാർക്കൊക്കെ ഈ ഒരു ഫീൽ വല്ലാത്തൊരു ഫീലായിരിക്കും. ഇതൊക്കെ അനുഭവിക്കണം എന്നല്ല, ഇതൊക്കെ ഒരു രസമാണ് കൂട്ടരെ. അതിനൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഇത് നമ്മളെ ഷാജി മാഷാണ് കേട്ടോ, സീനിയർ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം മാഷാണ് കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ മാഷ് അസിസ്റ്റൻറ്റ് എല്ലാവരും ഉണ്ട്, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഞങ്ങൾക്ക് ഹഗീഷാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. നമ്മളെ പാരൻസിൻ്റെ വേറെ ടീമാണ്, അവിടെ ഇരിക്കുന്നതൊക്കെ പാരൻസിൻ്റെ വേറെ ടീമാണ്. ഇതൊക്കെ വല്ലാത്തൊരു രസം, അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യാൻ. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രദക്ഷിണം എല്ലാം ഒന്നിങ്ങനെ റൗണ്ടിൽ കാണിച്ചു തരാമെന്നേ ഉള്ളൂ കേട്ടോ. വൃത്തിയുള്ള വീഡിയോസൊന്നും ആവില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ എന്താ പറയുക വേദന. എനിക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള അത്രയ്ക്കൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതി മാതിരി ഷർട്ടും ഒരു പാൻറ്റും ഇട്ട് നടക്കുകയാണ്. അത് അഞ്ജലി ചിമ്മു അതവിടെ ഇരിക്കുന്നുണ്ട്. അത് അഞ്ജലീൻ്റെ അമ്മയാണ്. അത് നല്ല ഡാൻസേഴ്സാട്ടോ ഇവരൊക്കെ, നല്ല രസമുള്ള എന്താ പറയുക അഭിമാനമാണ് ഈ കുട്ടികളൊക്കെ, പറയാണ്ടിരിക്കാൻ വയ്യ. അവരുടെ ഡാൻസൊക്കെ കാണേണ്ടതാണ്. ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതൊക്കെ കാണാൻ ഞാൻ ആ വീഡിയോയിൽ അവർ കളിച്ചതിൽ അങ്ങോട്ട് ആസ്വദിച്ചിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞ് ഞാൻ അതൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഒക്കെ കേട്ടോ അവിടുത്തെ കുട്ടികളാണ്, എല്ലാവരും മുടിയൊക്കെ കെട്ടി പിന്നെ ഇരിക്കുകയാണ്. ഞങ്ങളെ ഇതാണ് അപ്പുറത്തിരിക്കുന്നതാണ് ഹഗീഷിൻ്റെ കൂടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇവരൊക്കെ. ഇവരാണ് ചെയ്തു തരാം. ഹഗീഷിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും അവൻ മേക്കപ്പ് ചെയ്യുന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ലക്ഷ്മീൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ, ലക്ഷ്മീൻ്റെ ഏജേ ഉള്ളൂ. പിന്നെ ഇവരാണ് ഞങ്ങൾക്ക് മുടി കെട്ടുന്നത്, ജാൻ എന്നാണ് ഇവരെ വിളിക്കുക. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതാ മുഖമൊക്കെ കഴുകി വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ ലേറ്റാണ്, മാഷ് ചീത്ത പറയില്ല. അവസാനം ഞങ്ങളെ കാണുമ്പോഴാണ് ഇതുവരെ ഞങ്ങൾ പുറപ്പെട്ടില്ല. ഇപ്പോൾ ടാറ്റ എന്നാട്ടോ ഹഗീഷിനൊരു ഇതൊക്കെ ഉണ്ട് ഇവിടെ, നമ്മുടെ കല്ലായിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, മാസ്ക് ആൻഡ് ബിൽഡേഴ്സ് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ആർട്ടിസ്റ്റാണ്, അടിപൊളിയാണ്. ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, സൂപ്പറാണ് മേക്കപ്പ്. ഷാജി മാഷ് എല്ലാവരും അടിപൊളി മേക്കപ്പ്, പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് പുറത്ത് പോകുമ്പോഴാണ് വേറെ ആൾക്കാരെ മേക്കപ്പിൻ്റെ ഒരു ഇത് കാണുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഒരു വ്യത്യാസം മനസ്സിലാവുക കേട്ടോ. അത് സൂപ്പറാണ്, അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതേമാതിരി ദീപു മാഷ് ഉണ്ട്, വർഗീസ് സാറ്, അവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അവരൊക്കെ ഞാൻ കാണുമ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവർക്കും ഡാൻസിൻ്റെ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇവരൊക്കെ. അപ്പോൾ അവിടുത്തെ ഫാൻ വർക്ക് ചെയ്തിട്ട് അബി അത് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് കൂട്ടരെ. ഷോക്കടിച്ച് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേജ് കൊണ്ടുവയ്ക്കേണ്ടി വരുമോ വിചാരിച്ചു, വടി പോലെ. അപ്പോൾ അങ്ങനെ ഓണത് ഭംഗിയാക്കി ഞങ്ങൾ കുറച്ച് നേരം ഷാജി മാഷെടുത്ത് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അബീൻ്റെ മുടി കെട്ടാൻ പോവാണ്. എന്നെയും അബീനെ അപ്പുറത്ത് മുടി കെട്ടുന്നുണ്ട്. ചേച്ചിക്ക് ഞാൻ ഫോൺ കൈമാറി എൻ്റെ മുടിയും കെട്ടുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കി ഷർട്ട് ഇട്ട് എന്താ വെച്ചാൽ വേഗം അഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരിത് വേണ്ടിയിട്ടാണ് എല്ലാവരും ഷർട്ട് ഇട്ടിട്ടാണ് വരിക. നമ്മൾ മേക്കപ്പ് ഇങ്ങനെ തലയിൽ കൂടിയൊക്കെ ഊരുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല. അവർ മുടിയൊക്കെ ആദ്യം കെട്ടും, എന്നിട്ടാണ് നമ്മളെ ലാസ്റ്റാണ് ഡ്രസ്സ് ചെയ്യിക്കുക. അതായത് ഹെഡ്സെറ്റും എല്ലാം വെച്ചതിന് ശേഷമാണ് നമുക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും നെക്കൊക്കെ ചെയ്യുക. ലാസ്റ്റാണ് ചിലങ്ക കെട്ടുക. ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. ഏറ്റവും ലാസ്റ്റ് ചിലങ്ക കെട്ടുന്നതിന് തൊട്ട് മുന്നെയാണ് നമുക്ക് അലത്തൊക്കെ ഇടുക. അപ്പോൾ മുടിയൊക്കെ എല്ലാവരും കെട്ടുക കേട്ടോ. ഇതൊക്കെ രസമായിട്ടോ, ഇതൊക്കെ ഒരു ഭയങ്കര രസമല്ല. അപ്പോൾ എനിക്കതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക വെച്ചാൽ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം. എല്ലാം കൊണ്ടും എല്ലാം വേണം. അതായത് നമുക്ക് കഴിവ് മാത്രം പോരാ. അതായത് ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു കഴിവുണ്ട് വിചാരിക്കുക, പക്ഷേ അത് നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരം വേണം. എന്നാൽ അവസരം ഉണ്ട് വിചാരിക്കുക, പക്ഷെ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വേണം. ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമുക്കത് നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറേ കഴിവുണ്ടായിട്ടും കാര്യമില്ല, അവസരമുള്ളവർക്ക് ചിലപ്പോൾ കഴിവുണ്ടാവില്ല. അവസരം ഉണ്ടായിട്ട് മീൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എല്ലാം ഒത്തുവരണം. നമുക്ക് ഡാൻസ് പഠിക്കാനുള്ള അവസരം വേണം, അത് കാണിക്കാനുള്ള അവസരം വേണം, ഒക്കെ വേണം. എനിക്ക് തോന്നുന്നത് കോഴിക്കോട്, എൻ്റെ അറിവാട്ടോ ഞാൻ പറയുന്നത്, കോഴിക്കോട് വിനീത് സാറാണ് ഏറ്റവും കൂടുതൽ അവസരം കൊടുക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടാണ്. എനിക്കറിയില്ല, വേറെ സാറുമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ കാണുന്നത് സാറ് ഒരുപാട് അവസരം നമുക്ക് തരും, ഒരുപാട് അമ്പലങ്ങളിൽ കളിക്കാനുള്ള ഒരു അവസരം നമുക്ക് തരും. അതായത് ഒരു ഡാൻസ് പഠിക്കുക, ഞങ്ങളെപ്പോലെ കുട്ടികൾക്ക് വീണ്ടും ചാൻസ് ഉണ്ട്. അവർക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, സ്കൂളിലും കോളേജിലൊക്കെ അവർക്ക് ചാൻസ് ഉണ്ട്.
ഞങ്ങളെപ്പോലത്തെ അമ്മമാർക്ക് എന്ന് പറയുന്ന ഒരു ചാൻസ് പറയുന്നത് അങ്ങനെ അമ്പലങ്ങളിലൊക്കെ കിട്ടുക എന്നുള്ളതാണ്. അത് സാറ് ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അമ്പലങ്ങളിൽ കളിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് വിനീത് സാർ കൊണ്ടു തന്നിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇങ്ങനെ ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് പോവുകയാണ്. എങ്ങോട്ടെന്നറിയോ? അമ്പലത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ. എന്നൊക്കെ ഒരു കോലം നോക്കൂ, നടുവൊക്കെ ചീകി ദാക്ഷാണിയമ്മ എല്ലാവരും ഉണ്ട്, വിലാസിനിയെടുത്തി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വളരെ ജോലിയായിട്ട്. അതാണ് കേട്ടോ അമ്പിളി. അമ്പിളിയൊക്കെ നല്ല ഡാൻസറാണ്. അമ്പിളിൻ്റെ മോള് തീർത്ത സുന്ദരിയാണ്. മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അവളൊരു ആൽബം ചെയ്യാറുണ്ട്. നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവളൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടില്ലേ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി തന്നെയാണ് കാണാൻ. എന്തൊരു സുന്ദരിയാണെന്നറിയോ? എന്താ ഭംഗി കാണാൻ. ഞങ്ങൾക്ക് കുറവാകും ഈ കുട്ടികളെ മുന്നിൽ നോക്കി കളിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ. പിന്നെ അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ അല്ലേ? എന്തായാലും വേണ്ടില്ല. ഇതാണ് ഞങ്ങളെ കോലം. മുടിയൊക്കെ ആട്ടിയിട്ട് ഞാൻ പോവുകയാണ്. അബി എന്നോട് ചോദിക്കുക ഈ കുളിക്കാൻ പോവുകയാണ് തോർത്തൊക്കെ എടുത്തിട്ട്. വെയിൽ, ഭയങ്കര വെയിൽ. നോക്ക് എന്ത് രസമാണ്. ബാക്കൊക്കെ കണ്ടില്ലേ, എന്തൊരു സുന്ദരിയല്ലേ. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഊട്ടുപുരയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ, ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഒരു ഏരിയ കണ്ടു. ഞാനതൊന്നും വീഡിയോ എടുത്തില്ലേ കൂട്ടിരെ, ഒന്നും പറയണ്ട. അപ്പം ഇന്നെ ഇങ്ങനെ വരുന്നവരെ ചീത്തറുണ്ട്, ഇതെടുത്തോ അതെടുത്തോ പറയുമ്പോൾ ഞാൻ വിട്ടുപോവുക ഓരോന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു കഥയാണ്. അല്ലെങ്കിൽ അതിനാണ് ഞാൻ ലക്ഷ്മീനെ കുറേ പ്രോത്സാഹിപ്പിച്ചു. കേട്ടോ ഇൻ്റെ കൂടെ വാ, അവൾക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ട്, വീഡിയോ എടുക്കാനുള്ള ഐഡിയ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളെ സ്റ്റേജ് ഒന്നും കൂടെ കണ്ട് ഈശ്വര നന്നായിട്ട് ചെയ്യാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം റിഹേഴ്സൽ 3-4 ദിവസം കൊണ്ടാണ് ഞങ്ങളിത് പഠിച്ചെടുത്തത്. എന്നിട്ട് സാറിൻ്റെ മുന്നിൽ നിന്ന് കളിക്കുമ്പോൾ ഒക്കെ എൻ്റെ കിളി എവിടെയോ പോകുന്നുണ്ട്. കിളി പറന്ന് പോയിട്ട് തിരിച്ച് വരുന്നേ ഇല്ല. ഞാൻ ബ്ലാങ്ക്, എനിക്ക് പേടിയായി. ഇതേപോലെ തന്നെ അതാ കുളം കേട്ടോ. ആ കുളത്തിലാണ് ആരുണ്ടായത്? ദേവി കഥകളിയുടെ പെൺരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തമ്പുരാന് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് കഥകളിയുടെ പെൺരൂപം ഉണ്ടായത്. ഒന്നും കൂടെ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ചെരുപ്പൊക്കെ അയച്ചു വെച്ചു. ചെരുപ്പ് അയച്ചു വെച്ചോ? ഇല്ല, ചെരുപ്പ് അയച്ചു വെച്ചിട്ടില്ല. ഇതാണ് അമ്പിളി. അമ്പിളീനെ കണ്ടില്ലേ? നോക്കും പോണ വഴിക്ക് അമ്പിളീൻ്റെ ഭർത്താവിനെ കണ്ടു. അപ്പോൾ 2 വർത്താനം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് കൈ കഴുകുക. പാത്രവും പ്ലേറ്റൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നല്ല ഊണ്. അമ്പലത്തിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒന്ന് അതൊരു എന്തൊരു ഭക്തി, ദേവീൻ്റെ പ്രസാദമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കൊരു രുചി തന്നെ വരും. പിന്നെ അതിനൊരു വല്ലാത്തൊരു വൈബാണ്. എനിക്ക് പറയാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ടാവും എന്നുള്ളത് വിചാരിക്കുന്നു. കണ്ടോ, പഴമ നിറഞ്ഞ ഒരു സുന്ദരിയായ അമ്പലം. പിന്നെ ഇതാണ് ഊട്ടുപുര. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഊട്ടുപുര ഉള്ളത്. അതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ വളരെ സുന്ദരിയായിട്ട് ടേബിള്, നല്ല നീറ്റ്, വൃത്തിയും വെടുപ്പുമുള്ള നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭാഗം. അവിടെ അന്നപൂർണേശ്വരിക്ക് മുന്നിൽ ചോറും സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പിന്നെ നല്ല ശർക്കര പായസം, ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഭക്ഷണം. നമുക്ക് അവിടുന്ന് പ്ലേറ്റൊക്കെ തരും. പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു, അവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഈ സൈഡിൽ കണ്ടോ ദേവീൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ട് അവിടെ ദേവിക്ക് വേണ്ടിയിട്ട് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഇല്ലാത്തൊരു ഫീല്. ഞാൻ ദേവീനെ സ്വപ്നം കണ്ടു 2 ആഴ്ച മുന്നേ മുടിയൊക്കെ കഴിച്ചിട്ട് ഇന്നെ കാണാൻ വന്നത്. ഞാൻ ദേവീനെ സ്വപ്നം കണ്ടു. പക്ഷെ എനിക്കത് ഇവിടെ വന്നിട്ട് സാധിച്ചു. ഞാൻ സാധിക്കില്ല വിചാരിച്ച സംഭവമാണ്. എനിക്ക് തൊഴാൻ പറ്റുന്നുണ്ടാവില്ല, കയറാൻ പറ്റുന്നുണ്ടാവില്ല വിചാരിച്ചു. പക്ഷെ എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ദേവീൻ്റെ പ്രസാദം ഉച്ചയ്ക്ക് ഉണ്ണാൻ പറ്റി. അതിന് ശേഷം ഞാൻ പുറത്തായി. മീൻസ് എനിക്ക് പിന്നെ പറ്റിയില്ല, പിന്നെ കയറാൻ പറ്റില്ല. എന്നാലും വേണ്ടി എനിക്ക് സാധിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ പുറത്താണെന്ന് സ്റ്റേജ്, അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ല. സ്റ്റേജ് പുറത്തായതുകൊണ്ട് നമുക്ക് ഡാൻസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതാണ് വിഭവം. ചോറുണ്ട്, സാമ്പാറുണ്ട്, ക്യാബേജിൻ്റെ ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, ശർക്കര പായസമുണ്ട്, ചുക്കുവെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ മുടി മാത്രമേ കെട്ടിയുള്ളൂ. ചേച്ചി മാത്രം മുഖത്ത് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ചെയ്തിട്ട്, ഞങ്ങൾ 3 പേരും മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചേ ഉണ്ടുള്ളൂ, കാരണം ഞാൻ അത് കളയാനൊരു പേടി. ചേച്ചിൻ്റെ മുഖം നോക്ക്. ചേച്ചിനോട് ഞാൻ പറഞ്ഞു കുട്ടിച്ചാത്തൻ്റെ ചായ ഉണ്ട്. ചിരി വരിക. അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു പച്ചപ്പ്, എന്തൊരു ഭംഗിയാല ഇല കാണാൻ. ആ മരം വല്ലാത്തൊരു ഫീലുള്ള മരം. എനിക്ക് പന്തിരങ്കാവൊക്കെ മിസ് ചെയ്തിട്ട് ഭയങ്കര രസമുണ്ട്. ആ മതിൽക്കെട്ടും ചുറ്റമ്പലത്തിൻ്റെ മതിൽക്കെട്ടൊക്കെ നോക്കി വല്ലാത്ത ഒരു ഭംഗിയില്ല. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവിടേക്ക് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. രാജോട്ടൻ പുറത്തുനിന്നേ തൊഴുതുള്ളൂ. എനിക്ക് രാജോട്ടനൊക്കെ ഒന്ന് കൊണ്ട് ഉള്ളിലൊക്കെ ഒന്ന് ഒഴിച്ച് കുട്ടികളൊക്കെ ഒന്ന് കൊണ്ട് തൊഴിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അവിടേക്ക് നമുക്ക് ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷൻ അല്ല. കണ്ണൂർ ഇറങ്ങിയിട്ട് പിന്നെ ഉള്ളോട്ടേക്ക് പോകണം ഈ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുമ്പം ഈ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് സുന്ദരിയായിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഭയങ്കര രസം കേട്ടോ. ഭയങ്കര ഭക്തി വരുന്നൊരു അമ്പലം. അപ്പോൾ ചിമ്മുവാണ് കേട്ടോ. ചിമ്മുണ്ട് ഞങ്ങളെ കൂടെ. ഞാൻ പറഞ്ഞു ചിമ്മുവിന് മേക്കപ്പ് ചെയ്യാണ് ഷാജി മാഷ്. ഹഗീഷ കേട്ടോ അത്. ഹഗീഷും ഞങ്ങളെയും കുട്ടികളെയും കുറച്ച് കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഹഗീഷ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കവിടെ സ്പീഡാക്കാൻ പറഞ്ഞു. മാഷ് കോൾ ചെയ്യുന്നുണ്ട് 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും വേഷം കെട്ടി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് 6 മണി മുതലാണ് പ്രോഗ്രാം. ദീപാരാധനേൻ്റെ ആ സമയത്താണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണി 9 മണി വരെ എന്തോ ആണ് ഡാൻസ് ഉള്ളത്.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ലൈറ്റൊന്നും പോകും, പിന്നെ എല്ലാവർക്കും വേഗം പോകണ്ടേ, തിരിച്ച് നമ്മൾ കോഴിക്കോട് എത്തണ്ടേ. ചേച്ചിയൊക്കെ പിന്നെ എന്താ മേക്കപ്പ് ചെയ്യും, ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് മേക്കപ്പ് ചെയ്ത് കേട്ടോ. ചീത്തക്കോന്ന് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ദക്ഷിണൊക്കെ കൊടുക്കണ്ടേ, അപ്പോൾ ഒക്കെ നേരം വേണ്ടേ, കറക്റ്റ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വേണം. ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മൾ ആഭരണമൊക്കെ സെറ്റ് ചെയ്യുക, ഞങ്ങൾ 4 പേരല്ലോ, അപ്പം നെറ്റിച്ചുട്ടി ആ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും നിലത്തിരുന്ന് ഞാൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ എല്ലാവരും മുടിയൊക്കെ കെട്ടുന്നുണ്ട്. എനിക്കാണ് അവിടുത്തെ ഇതൊരു വല്ലാത്ത രസമാട്ടോ, എല്ലാവരും നല്ല കമ്പനിയാണ്, അതാ രസം. നമ്മൾ കുറേ കാലമായില്ല ഇവരൊക്കെ കണ്ടിട്ട്. എന്നെക്കാളും കൂടുതൽ അബിക്കൊക്കെ വെച്ചാൽ അവർക്കൊക്കെ പെൺകുട്ടികളാണ്. ചേച്ചിക്കാണെങ്കിൽ അബിക്ക്, സോഷ്മി, സൗമ്യ, സിത്തു, അവർക്കൊക്കെ പെൺകുട്ടികളുണ്ട്. എനിക്ക് മാത്രമേ 2 ആൺകുട്ടികളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്നും കൂടി ഇവരൊക്കെ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്കൊക്കെ നല്ലതായിട്ട് ഭയങ്കര ക്ലോസാണ് ഇവരെല്ലാവരും. പിന്നെ അത് എന്നെ മേക്കപ്പ് ചെയ്യാണ് ആരാണ്, പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ എന്താ പറയുക, എന്താ പറയുക, എനിക്കിവരുടെ പേരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയിട്ട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോയി. ഇതൊക്കെ ഹഗീഷിൻ്റെ കൂടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോന്നും ചെയ്യും. ഹഗീഷ് അങ്ങനെ 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 എന്താ പറയുക, ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. നല്ല രസമായിരുന്നു എന്തായാലും ഇതൊക്കെ ലക്ഷ്മി ഉണ്ടെങ്കിൽ ഒന്ന് അടിപൊളി. ഇതിപ്പോൾ ഞാൻ ചേച്ചീനെ കൊണ്ടൊക്കെ എടുപ്പിച്ചു. അബി കുറേ എടുത്തു തന്നു. ലക്ഷ്മിക്ക് ഒന്നും കൂടെ ഐഡിയ ഉണ്ട് എടുക്കാൻ, അതൊക്കെ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല മഴക്കാറ് ഞങ്ങൾ പോയപ്പോൾ എന്താ ഇടി മിന്നലൊക്കെ ഉണ്ടായതെന്ന് അറിയോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ വെക്കുമല്ലോ, നമുക്ക് ആ മേക്കപ്പ് അവർ മുടി കെട്ടുന്ന ജാൻ പറഞ്ഞിട്ടുള്ള സാറ് നമുക്ക് പ്രാർത്ഥിച്ചിട്ടാണ് തലയിലും സൂര്യനും ചന്ദ്രനൊക്കെ വെക്കില്ലേ, പ്രാർത്ഥിച്ചിട്ടാണ് വെക്കുക. ഇത് കണ്ടോ, നെറ്റിച്ചുട്ടിയൊക്കെ വെച്ചെന്നിട്ട് ഞാൻ എൻ്റെ മുഖം ഇങ്ങനെയായി, കണ്ണൊക്കെ എഴുതണം, ഞാൻ അഗീഷിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണെഴുതണം. ഇത് കഴിഞ്ഞ് ഞാൻ മഴക്കാറൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി. അപ്പം ഞാൻ നോക്കുമ്പോൾ ദൂരെ പനങ്കൊല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടരെ, പനങ്കൊല പോലത്തെ മുടിയെന്ന് കേട്ടിട്ടുണ്ടോ? കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട്, അതാണ് ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തൂങ്ങി കിടക്കുന്നതാണ് പനങ്കൊല. പണ്ട് എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ പനകളുണ്ടായിരുന്നു കേട്ടോ, പന്തിരങ്കാല്. ഇത് നിങ്ങൾ പന കഴിച്ചിട്ടുണ്ടോ? പന ഇടിച്ചിട്ട് വിരകിയിട്ട് കഴിക്കില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഒരു ദിവസം പന്തിരങ്കാവ് പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണിച്ചു തരാം. അതൊക്കെ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അതൊക്കെ ഓർമ്മകളായി കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ വരുത്താൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. അങ്ങനെ ഹഗീഷ് എൻ്റെ കണ്ണെഴുതുന്നുണ്ടോ ഹഗീഷ്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും കണ്ണെഴുതും എന്നുള്ളതാണ് ഹഗീഷിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര രസമാട്ടോ, നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതും, അടിപൊളിയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ, ഞങ്ങൾ സുന്ദരികളാക്കി ഹഗീഷ് മാറ്റി. എൻ്റെ ഒരു കണ്ണ് മാത്രം എഴുതിയപ്പോണ്ട് രാജുവേട്ടൻ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ മാറ്റിയിട്ട് ഹഗീഷ് അബീനെന്ന് ഞാൻ ഒരു കണ്ണ് മാത്രമായിട്ട് എഴുതിയിട്ടിരുന്നു. ഹഗീഷ് എന്നെ മേക്കപ്പ് സുന്ദരിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ, കണ്ണൊക്കെ സുന്ദരിയാക്കി എഴുതി. പിന്നെന്താണ്, എന്തൊക്കെ എനിക്ക് പറയേണ്ടത് അറിയുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ രസകരമായ കഥകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് ശരിക്കും നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് ലൈവായിട്ട് ചെയ്യുന്നത് അറിയുന്നതാണ്. അപ്പോൾ ചായ കൊണ്ടു തന്നു എനിക്ക് ചേച്ചിൻ്റെ ഒരു കണ്ണ് മാത്രമേ എഴുതിയുള്ളൂ. അപ്പോൾ എനിക്ക് ആരോ ഫോൺ വന്നുകൊണ്ട് ഹഗീഷ് പറഞ്ഞു ആ ഫോൺ ചെയ്തോണ്ട് ഞാൻ അപ്പോഴത്തേക്കും അബീനെ ഒരുക്കട്ടേന്ന്. ഞാൻ അബീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായയും നല്ല പഴംപൊരിയും, ചൂടുള്ള പഴംപൊരിയും ചായയും ഞങ്ങൾക്ക് മാഷ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി റൂം കേട്ടോ. ഇതെന്താ അറിയോ, മൃദംഗ ശൈലേശ്വരി ഇന്നോ മൃദംഗ ശൈലേശ്വരി ഇന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം, അത്യാവശ്യം കുറച്ച് റൂം മേലെയും താഴെയും, പിന്നെ ഒരു ഡോർമെറ്ററി ഉണ്ട്, അത് AC ആണ്. ബാക്കി റൂമിലൊന്നും AC ഉണ്ടോ അറിയില്ല, പക്ഷേ വൃത്തിയുണ്ട്. ബാത്റൂമൊക്കെ നീറ്റായിരുന്നു, നല്ല വൃത്തി ഉണ്ടായിരുന്നു ആ സ്ഥലം, നല്ലതായിരുന്നു. പിന്നെ ചൂട് കുറവായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ എന്താ, നല്ല കാലാവസ്ഥയായിരുന്നു, ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴക്കാറായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി, പെരുമഴയാവും, കാരണം അമ്പലത്തിലേക്ക് ഒന്ന് നടക്കണം, നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ നല്ല മഴക്കാറ് വന്നു, ഇടി വെട്ടി മിന്നലൊക്കെ വന്നു, ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ തുള്ളി ഇട്ടിട്ട് പോയി. പക്ഷേ അതുകൊണ്ട് കാലാവസ്ഥ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. നല്ല സുഖമായിട്ട് ഞങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ, വേർത്ത് കുളിക്കുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. വളരെ എല്ലാവർക്കും നല്ലൊരു കാലാവസ്ഥയൊക്കെ തന്നെ ദേവി ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ച് മുടിയൊക്കെ കെട്ടി നേരെ റൂമിൽ പോയിട്ട് ഞങ്ങളെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളി കളർ കോമ്പിനേഷനാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിൻ്റെ കോസ്റ്റ്യൂം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് സുന്ദർ മഹലാണ്, രഗീഷാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ കേട്ടോ. മാഷ അതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കും, അടിപൊളിയാണ്. ഞങ്ങളെ കോസ്റ്റ്യൂമിൻ്റെ എല്ലാവരും ചോദിച്ചു, ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ ചോദിച്ചു, അത് നല്ല കോമ്പിനേഷനായിരുന്നു, സൂപ്പറായിരുന്നു. മാഷ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. അങ്ങനെ മാഷ് വന്നു, ഞങ്ങളെല്ലാവരും ദക്ഷിണ കൊടുത്തു. മാഷ്ക്ക് നല്ല സുന്ദരനായിട്ട് മാഷ് വന്നു, ജുബ്ബൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്തൊരു സുന്ദരനായിട്ട് മാഷ് വന്നു. ഞങ്ങളോട് നന്നായിട്ട് കളിക്കാനൊക്കെ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. എല്ലാവരും മാഷ കാലൊക്കെ തൊട്ടു, എല്ലാവർക്കും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. എല്ലാവർക്കും ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്തു. കണ്ടോ, ഞങ്ങൾ കോസ്റ്റ്യൂം സുന്ദരിയായില്ലേ, അടിപൊളി കോസ്റ്റ്യൂമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് ഞങ്ങളെ മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റുകളാണ്. പിന്നെ അവിടെ അമ്പലം എന്തൊരു ഭംഗിയാലേ കാണാൻ. അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ തീർത്തെയാണ് കേട്ടോ, അമ്പിളീൻ്റെ മോളാണ് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഡാൻസറാട്ടോ. അവരൊക്കെ മുന്നിൽ നിന്ന് കളിക്കാൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചമ്മലുണ്ട്. ഞങ്ങൾ 10 പ്രാവശ്യം അതിനൊക്കെ ഉള്ളത് പറഞ്ഞിട്ടാണ് പോയത്. നോക്കൂ, ഞങ്ങൾ 2 ദിവസത്തെ പ്രാക്ടീസേ ഉള്ളൂ എന്നൊക്കെ, ചിലങ്കയൊക്കെ ഇട്ടു ഞാൻ. അതൊക്കെ ഒരു വല്ലാത്ത ഫീൽ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു ഫീല് വരും കൂട്ടരെ, ഒരു വല്ലാത്തൊരു ഫീല്.
പിന്നെ ഞങ്ങൾ ദേവീനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ നന്നായിട്ട് ചെയ്യാൻ പറ്റണേ, ഞങ്ങളെ മാഷ പേര് പോക്കരുതേ, നന്നായിട്ട് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് കളിക്കാൻ തുടങ്ങി. ഡാൻസിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ രാജുവേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാജുവേട്ടനൊക്കെ വന്നു ഞങ്ങൾ ഡാൻസ് കാണാൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾക്ക് മാഷ് സ്റ്റേജിലേക്ക് എല്ലാവരെയും വിളിച്ച് കയറ്റി ഞങ്ങൾക്കൊരു ദേവീൻ്റെ ഒരു ഫോട്ടോ തന്നു. അപ്പോൾ കാലൊക്കെ തൊട്ടപ്പോൾ മാഷ് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായി, ഭയങ്കര സന്തോഷമായി. ദേവീൻ്റെ അനുഗ്രഹം ഉണ്ടായി. എന്തായാലും അവിടെ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. എല്ലാവരോടും ആരോടൊക്കെയാണ് എനിക്ക് നന്ദി പറയേണ്ട അറിയില്ല, കാരണം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പം ഞാനും രാജുവേട്ടനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതായിരുന്നു ഇന്നത്തെ ആ ഒരു ദിവസത്തെ വല്ലാത്തൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ. എനിക്ക് മറക്കാൻ പറ്റാത്തതായിരുന്നു ഈ ഒരു ദിവസം. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അതൊരു ഭാഗ്യം തന്നെയല്ലേ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡാൻസ് ചെയ്തുകൊണ്ട് മരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ഇഷ്ടം, ഭയങ്കര പാഷന്, ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അത് ഏത് ഫോം കേട്ടോ, എല്ലാ ഫോം കളിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മൃദംഗ ശൈലേശ്വരിയിലേക്കുള്ളൊരു യാത്ര. ദേവീൻ്റെ ഇത് കണ്ടോ, ഇതാണ് ചിമ്മൂൻ്റെയൊക്കെ ഡ്രസ്സ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഗ്രീനും ലൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു അങ്ങനത്തെ ഒരു കോമ്പിനേഷനായിരുന്നു കുട്ടികളെ ഡ്രസ്സൊക്കെ. എന്തായാലും സാറിനോട് ഞങ്ങൾക്ക് ഭയങ്കര തീരാത്ത കടപ്പാടുണ്ട്. അവസരം തന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രാജുവേട്ടൻ്റെ വീട്ടുകാർ എല്ലാം കൊണ്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞു, എല്ലാവരും സമ്മാനമൊക്കെ വാങ്ങി ദേവീനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് മടങ്ങി. ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഭയങ്കര അനുഗ്രഹീതമായ ഒരു ദിവസമായിരുന്നു അത്. ഭയങ്കര സന്തോഷമായി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ലല്ലേ. കുറേ വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എനിക്കിങ്ങനെ വോയിസ് ഒക്കെ കൊടുക്കാണ്ട്, അതിനൊക്കെ റെഡി ആയിട്ട് ഞാൻ വിഷു സ്പെഷ്യലൊക്കെ ഉണ്ട്, ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എന്നെ മറക്കൂല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറന്ന് വരുന്നതായിരിക്കും. ബായ്.